എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2020 നടത്തിയ ഒരു LDC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 3/2020. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗൗരി ലക്ഷ്മി ഭായ്. ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഓപ്ഷൻ സി, ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഓപ്ഷൻ എ, പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഓപ്ഷൻ ബി, ലോക്സഭാ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ, ലാഹോർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. പശ്ചിമ തീരസമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീരസമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി, കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം കൊങ്കൺ തീരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി, 2015 ജനുവരി 1. 2015 ജനുവരി 1 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത്. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? ഓപ്ഷൻ സി, വിജയനഗര സാമ്രാജ്യം. നയൻകാര, അയ്യർഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം.
താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഓപ്ഷൻ ഇ, ഓപ്ഷൻ എ ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംരക്ഷണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഓപ്ഷൻ സി 2403 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ ഡി ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഖരം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 2012. 2012 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ഡി ആസാം. ആസാമാണ് ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഓപ്ഷൻ ബി ജാതികുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യത്തെ മലയാള കൃതിയാണ് ജാതികുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. ഓപ്ഷൻ സി സാർക്കോമിയർ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻ ബി തൈമോസിൻ. തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. യൂറിക് ആസിഡാണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ബി കാൾ ലിനയസ്. കാൾ ലിനയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. ഓപ്ഷൻ സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞത്.
ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ ഡി ഫെർമി. ഫെർമിയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഓപ്ഷൻ സി പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനമേത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. ഫ്യൂഷൻ പ്രവർത്തനം മൂലമാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നത്. ഹരിതഗൃഹവാതകങ്ങളിൽപ്പെടാത്ത വാതകമേത്? ഹരിതഗൃഹവാതകങ്ങളിൽപ്പെടാത്ത വാതകമേത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഹരിതഗൃഹവാതകങ്ങളിൽപ്പെടാത്ത വാതകം ഹൈഡ്രജൻ. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ഓപ്ഷൻ സി കീബോർഡ്. കീബോർഡാണ് ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ ബി റാം. റാം ആണ് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഇൻ്റർനെറ്റ്. താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URLൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ സി 7ാം ഭേദഗതി. 1956 7ാം ഭേദഗതിയിലൂടെയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത്.
സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഓപ്ഷൻ ബി ഇ മുഹമ്മദ്. സൈക്കോ എന്ന തൂലികാനാമം ഇ മുഹമ്മദ് എന്ന എഴുത്തുകാരൻ്റേതാണ്. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ എ പി വി സിന്ധു. പി വി സിന്ധു ആണ് 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി പി ജെ ആൻ്റണി. പി ജെ ആൻ്റണിയാണ് ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡാണ് 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക. കേരള പി എസ് സിയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ദക്ഷിണാഫ്രിക്കയാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ദക്ഷിണാഫ്രിക്ക പിന്മാറിയതിനെ തുടർന്ന് 2022 കോമൺവെൽത്ത് ഗെയിംസ് ഏറ്റെടുത്ത് നടത്തിയത് ഇംഗ്ലണ്ടായിരുന്നു. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മലപ്പുറം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഓപ്ഷൻ സി 17. 17ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2വിൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2വിൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻ ബി വിക്രം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2വിൻ്റെ ലാൻഡർ നൽകിയ പേര് വിക്രം എന്നായിരുന്നു. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കെ രാജു. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി കെ രാജു ആയിരുന്നു. എ കെ ശശീന്ദ്രനാണ് ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഓപ്ഷൻ ബി ഓൺ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഓപ്ഷൻ സി ദ. ദേ ഡാഷ് ഫോർ യു. ഓപ്ഷൻ ഡി ആർ വെയിറ്റിംഗ്. ദ സിനോണിം ഓഫ് eccentric is option A peculiar. They lead a happy life. The word happy is a or an dash. Option B adjective. The antonym of extravagant is option C frugal. Our Jawans would not dash to the enemies. Option A given. Rice is the staple food of Kerala.
is an dash. Option B. Assertive sentence. The gender of the word peacock is. Option B. Masculine. Which word is correct? Option A. Vacation. The question tag for he said nothing dash is. Option A. Did he? If you learn well, you dash the exam. Option A. Can pass. Sunstroke is a word formed using. Option C. Compound. Choose the correct idiom to substitute the underlined word. He did the work irregularly. Option B. By fits and starts. The passive form of the child broke the toys is dash. Option D. The toy were broken by the child. I dash just come. Option D. Have. One word substitute for the original inhabitants of a place is dash. Option B. Aborigines. The candidates dash be in possession of their hall tickets. Option D. Must. Balu to Akshara, where are you going? The reporter form of this sentence is. Option B. Balu asked Akshara where she was going. His only bad habit is smoking. The underlined word is a. Option Jaran. അടുത്ത മാത്സ് ചോദ്യങ്ങൾ. ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 25. 20-ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ 100. 5 1/3 പ്ലസ് 3 1/3 മൈനസ് 2 1/3 എത്ര? ഓപ്ഷൻ സി 6 1/3. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് സമം 1 ആയാൽ എക്സ് എത്ര? ഓപ്ഷൻ ഡി 1/16. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര? ഓപ്ഷൻ എ 72. താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത്? ഓപ്ഷൻ ഡി 1728. എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 7 ആയാൽ x² പ്ലസ് 1/x² എത്ര? ഓപ്ഷൻ എ 51. സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് 1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് 1 എത്ര? ഓപ്ഷൻ സി 2. 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര? ഓപ്ഷൻ ബി 12 സെൻറ്റിമീറ്റർ. ഒരു ക്ലോക്കിലെ സമയം 8 മണി കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ ഡി 120. അനു ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? ഓപ്ഷൻ ഡി 49. 2021 ഓഗസ്റ്റ് 15 ഞായറായാൽ ആ വർഷം ക്രിസ്തുമസ് ഏത് ദിവസമാകും? ഓപ്ഷൻ എ ശനി. അമ്മുവിൻ്റെ വയസ്സ് 10ന്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ന്റെ ഗുണിതമായിരുന്നു. അമ്മുവിൻ്റെ വയസ്സ് എത്ര?
ഓപ്ഷൻ സി 40. എക്സിൻ്റെ വൈ പെർസെൻറ്റേജ് 30 ആയാൽ വൈയുടെ എക്സ് പെർസെൻറ്റേജ് എത്ര? ഓപ്ഷൻ ബി 30. 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 15. 7 സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. മധ്യപദം 15 ആയാൽ പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ എ 105. 9 × 36 ഹരണം 4 + 9 - 9 എത്ര? ഓപ്ഷൻ സി 81. HES 3 അക്കങ്ങളാണ്. HE × HE = SHE ആയാൽ S + H + E എത്ര? ഓപ്ഷൻ ഡി 13. 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്ര? ഓപ്ഷൻ ബി 5800. പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും മറ്റൊരു കാർ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും യാത്ര തിരിച്ചു. കാറുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അകലമെത്ര? ഓപ്ഷൻ സി 10 കിലോമീറ്റർ. തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി വെണ്മ. കൈകാലുകൾ സമാസമെന്ത്? ഓപ്ഷൻ ബി ദ്വന്ദ്വൻ. ശരിയായ രൂപമേത്? ഓപ്ഷൻ എ അഭ്യസ്തവിദ്യൻ. കൃഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക്? ഓപ്ഷൻ സി ആർഷം. അർത്ഥം എഴുതുക. ഇനൻ. ഓപ്ഷൻ ബി സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? കേരള കാളിദാസൻ. ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ ഡി ശൂരനാട്ട് കുഞ്ഞൻപിള്ള. നായകഥാപാത്രമായ ഒരു കഥ? ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്താണ്? ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠപിള്ള. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.